കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആധാരമായി നമുക്കൊരു ദൈവവചനം വായിക്കാം. 91 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. 91 സങ്കീർത്തനം 14 വാക്യം. ഇന്നൊരു ഡെലിവറൻസ് മിനിസ്ട്രിയാണ് സംഭവിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് തിയറികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഭാഗങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഒരു വാക്ക്, ഒരു വിടുതലിൻ്റെ സന്ദേശത്തിനായിട്ട് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. വാക്യത്തിനായിട്ട് എല്ലാവരും ഒന്ന് സ്വതന്ത്രം ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണം. ഈ 91 സങ്കീർത്തനം എൻ്റെ ലൈഫിനകത്ത് ഇപ്പോൾ ഒരു പുതുതായിട്ട് സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ കുഞ്ഞാണ് അതിൻ്റെ കാരണം. അവൾ ഡെയിലി വന്ന് എന്നെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് ഒരുപാട് ദൂതുകൾ അവൾ മുഖാന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയും അമ്മയോട് പറ, അല്ലെ ചേച്ചിയോട് പറ, അവർ വായിച്ചു തരാമെന്ന് പറയാൻ സമ്മതിക്കില്ല. അവൾ ഞാൻ വായിച്ചാലേ അവൾക്കൊരു തൃപ്തി വരത്തുള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പോലാണ് വായിക്കുന്നത്. ഭയങ്കരമായിട്ട് ഞാൻ പ്രസംഗം പറയുന്നത് പോലെ വായിക്കുന്നത്. അപ്പോൾ അവളും വളരെ ഉത്സാഹം. എല്ലാ ദിവസവും വായിക്കില്ല, അവൾക്ക് മൂഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വ്യത്യസ്ത ശൈലികളിൽ ഞങ്ങളത് വായിക്കും. അങ്ങനെ വായിക്കുമ്പോഴാണ് ഈ വാക്ക് എൻ്റെ മനസ്സിനകത്തേക്ക് ഓടിക്കയറുവാനിടയായിത്തീർന്നത്. ഈ സന്ദേശം ഇവിടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ഒരു സാക്ഷ്യം പോലെ കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷയുടെ ആദ്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതൊരു മെൻ്റൽ ട്രോമയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അകത്ത് വചനം ഉണ്ടായിരുന്നത് കൊണ്ടതാണ് അതെന്നെ തൊടാതെ മാറിപ്പോയത് എന്ന ഒരാശയത്തിലൂടെ അത് തള്ളിക്കളഞ്ഞതാണ്. ഞാൻ ഇതിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനകൾക്കകത്ത് ഈ സന്ദേശം എൻ്റെ അകത്ത് ഉറപ്പിക്കുവാനിടയായി തീർന്നു. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. എല്ലാ ദിവസവും കേൾക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് കേൾക്കരുത്. വചനത്തോട് ആത്മാവിൽ പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മളിൽ ഉറപ്പാകുക എന്ന വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നീണ്ട എപ്പിസോഡായിട്ട് നമ്മൾ ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ താൻ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വചനമായിരുന്നു. ആ വചനവും നമ്മൾ എടുത്തു കഴിഞ്ഞു. താൻ ജീവന്റെ അപ്പമാണ് എന്ന വാക്യത്തിനകത്ത് അവസാനത്തെ സന്ദേശമായി ഹല്ലേലൂയ, അത് ബ്രെഡല്ല, അത് വീഞ്ഞല്ല, അത് ആത്മാവും ജീവനുമാണെന്ന് നമുക്ക് കിട്ടി. അപ്പം യേശു എൻ്റെ കൂടെ ഉണ്ട്, യേശു എനിക്ക് നൽകുന്ന ഉൾബോധ്യം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉൾബോധ്യം നൽകുമ്പോൾ താൻ തന്നെപ്പറ്റി പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യപ്പെടുത്തലാണ് അവൻ ജീവനും ആത്മാവുമായിട്ടാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ചേർന്ന് എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, യേശു എൻ്റെ അകത്തിരിക്കുന്നത് ജീവനും ആത്മാവുമായിട്ടാണ്. അതെ, ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്, ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണമായിട്ട് യേശു പുതിയ നിയമമായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. മറ്റൊരു നിയമങ്ങൾക്കും മറ്റൊരു ബന്ധങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനകത്ത് ആധികാരികത പുലർത്താൻ കഴിയാത്ത രീതിയിൽ യേശുവിന് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം വിട്ടുകൊടുത്താൽ ചിലത് നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ആമേൻ. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം വായിക്കുവാനിടയായി തീർന്നത്. യേശുവിനോട് നമുക്കുള്ളത് ഹല്ലേലൂയ പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്ന് പറഞ്ഞാൽ, പിരിയാൻ പറ്റാത്തൊരു ബന്ധം, ഒരു പ്രാണബന്ധമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആശയം ഹല്ലേലൂയ സോൾട്ടൈ എന്നൊരു വിഷയമാണ്. ഗോഡ്ലി സോൾട്ടൈ ഹല്ലേലൂയ, ദൈവികമായ ബന്ധം, ദൈവികമായ പ്രാണബന്ധം. ഈ സോൾട്ടൈ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും ദൈവം മുഖാന്തരം ഉണ്ടാകുന്ന സോൾട്ടയെ, ദൈവം മുഖാന്തരം ഉണ്ടാകുന്ന പ്രാണബന്ധങ്ങളെക്കുറിച്ച് ചുരുക്കിയ ആൾക്കാർ പറയാറുള്ളൂ. ഹല്ലേലൂയ,
ബാക്കി നമ്മളിൽ ഒരു ഡെലിവറൻസ് ശുശ്രൂഷ നടത്തപ്പെടേണ്ടതിനായിട്ട്, അല്ലാതെ ലോകത്തിൽ നിന്നും സാത്താനിൽ നിന്നും ഉണ്ടാകുന്ന ആ പ്രാണബന്ധങ്ങളുടെ മേലൊരു ഡെലിവറൻസ് ഉണ്ടാകുന്ന ശുശ്രൂഷകളാണ് കൂടുതലായി നടത്തപ്പെടുന്നത്. ഞാനും ആഗ്രഹിച്ചത് അങ്ങനെ ഒരു സന്ദേശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ദൈവം ആ സന്ദേശം തിരിച്ചു. ഒന്നാമത് ഞാൻ ഇൻട്രൊഡക്ഷനായി പറയാൻ ആഗ്രഹിച്ച ദൈവവചനത്തെ വളരെ വിശാലതയോടെ എൻ്റെ ചിന്തകൾക്കപ്പുറത്തേക്ക് ദൈവം എൻ്റെ മനസ്സിൽ തുടരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആ സന്ദേശത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒന്ന് പറഞ്ഞാട്ടെ, സോൾട്ടൈ. ആമേൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ആന്തരിക സൗഖ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ മുമ്പിൽ ഏറ്റവും കൂടുതലായി സംസാരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് സോൾട്ടൈ എന്നൊരു പറയുന്ന വിഷയം. ഈ വിഷയം അല്ലെങ്കിൽ പ്രാണബന്ധം എന്ന ഒരു വിഷയമാണ്. ആത്മബന്ധം ഒരു വിഷയമാണ്. ആ വിഷയം നമ്മൾ ആഴമായി ഗ്രഹിക്കേണ്ട ആവശ്യകതയുണ്ട്. ഒരു വ്യക്തിയും തമ്മിൽ തന്നെ ആകണമെന്നില്ല ഈ പ്രാണബന്ധങ്ങൾ. വ്യക്തിയും സംഭവങ്ങളും തമ്മിലാകാം, വ്യക്തിയും സ്ഥലങ്ങളും തമ്മിലാകാം, വ്യക്തികളും തമ്മിലാകാം, വ്യക്തിയും ഹല്ലേലൂയ ചില ഇൻസിഡന്റുകളും സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സാഹചര്യം സംബന്ധിച്ചാകാം. ഇങ്ങനെ സംഭവിക്കപ്പെട്ട് നമ്മുടെ മനസ്സിനകത്ത് കേടുപാടുകൾ, ദൈവികമല്ലാത്ത സംഭവങ്ങളും വ്യക്തികളിലൂടെ സംഭവിക്കപ്പെട്ട അനുഭവം വഴി വേരിറങ്ങിയ അനുഭവങ്ങളുടെ മേൽ, അത് രോഗമായും അല്ലെങ്കിൽ ഡിപ്രഷനായും ദൈവത്തിൽ വളരാൻ കഴിയാത്ത സാഹചര്യമായും ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ മേൽ ഇന്നൊരു ഡെലിവറൻസ് ഉണ്ടാകാൻ പോവുക. ആമേൻ. ഇന്ന് പകല് അത് ഞാൻ വളരെ ചുരുക്കമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ആ വിഷയം സംസാരിക്കും. അതിനോട് ആധാരമായിട്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ആരാണ് അവൻ? ദൈവമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ. അപ്പം ദൈവവുമായിട്ടൊരു ബന്ധത്തിനകത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു ഡെലിവറൻസ് എപ്പോഴും ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. തോമസ് കേട്ടോ? ആമേൻ. നമ്മുടെ പ്രായമല്ല നിശ്ചയിക്കുന്നത്, ബന്ധമാണ് നിശ്ചയിക്കുന്നത്. ദൈവം ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. ദൈവികം മനുഷ്യനുമായ ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. ആ ബന്ധത്തിൽ തുടങ്ങിയവൻ ആ ബന്ധത്തിൽ തുടർന്ന് ആ ബന്ധത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യനുണ്ടായ സകല അപജയങ്ങളെയും പരാജയങ്ങളെയും അതിൻ്റെ വേരോടെ പിഴുതു പറിക്കാൻ കാരണമായ ദൈവികമായ ബന്ധം ഇന്നും നിലവിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത്ര ഈ സന്ദേശത്തിനകത്തേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആകുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ വിഷയത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗങ്ങളെ നന്നായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ അകത്തിരിക്കുന്ന ഇപ്പൊ ആരാണ്? യേശുവാണ്. നമ്മുടെ അകത്തിരിക്കുന്ന ആരാണ്? യേശുവാണ്. യേശു എങ്ങനെ ആയിരിക്കുന്നത്? നമ്മൾ പഠിച്ചതിൻ്റെ അനുസരിച്ച് ഈ ജീവന്റെ അപ്പം സംബന്ധിച്ച് പറഞ്ഞത് ജീവനും ആത്മാവും. ആമേൻ. ഹല്ലേലൂയ. ഇത് എത്ര പേർക്ക് ബോധ്യമുണ്ട്? നിങ്ങളൊരു പ്രശ്നത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ഒരു പ്രതികൂലത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ ജീവിപ്പിക്കുന്ന ആത്മാവിലാണ് നിങ്ങൾ നടത്തപ്പെടുന്നതെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അങ്ങനെയുള്ളവർ ആ പ്രശ്നത്തിൽ വീണു പോകത്തില്ല. ആമേൻ. ഞാൻ ആദ്യം തന്നെ ഒരു അൺഗോഡ്ലി, ദൈവികമല്ലാത്ത ഒരു സോൾട്ടയെ വെട്ടിക്കൊണ്ട് ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ മേൽ സംഭവിച്ചിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മേൽ സംഭവിച്ചിട്ടുള്ള ദൈവികമല്ലാത്ത സോൾട്ടൈകളെ മുഴുവൻ അറുത്തു മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ സാക്ഷ്യം നമ്മളിൽ ഉറപ്പാകേണ്ടത്. ആ സാക്ഷ്യമായ ഞാനാകുന്നവൻ നിങ്ങളിൽ ഉറപ്പാകേണ്ടത്. ആ ജീവനും ആത്മാവും സംബന്ധിച്ച് നിങ്ങൾ ഉറയ്ക്കപ്പെടണം ക്രിസ്തുവിൽ. ഹല്ലേലൂയ. കരമൊന്ന് തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നന്നായിട്ടൊന്ന് കരമൊന്ന് തട്ടി സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഇന്ന് പകല് നമുക്ക് ഒരുമിച്ച് പറയാം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, യേശു എന്നോട് പറ്റിയിരിക്കിയാൽ അവൻ നിങ്ങളെ വിടുവിക്കും.
വിടുവിക്കുമെന്നല്ല, അത് പഴയ നിയമത്തിലെ വാക്യാണ്. വിടുവിച്ചിരിക്കുന്നു. വിടുവിച്ചിരിക്കുന്നു പറഞ്ഞ വിടുവിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി വിടുതലിന്റെ ഏതേലും ഒരു മേഖല നിങ്ങളുടെ മേൽ സംഭവിക്കാനുണ്ടെങ്കിൽ അതിന്റെ വേരടക്കം ഇന്ന് പകൽ അതിന്റെ മേൽ വിടുതൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവികമായ ചില ബന്ധങ്ങൾക്കകത്തേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുകയാണ്. ആദിയിൽ ദൈവം മനുഷ്യനായുള്ള സകലത്തെയും ഭൂമി സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നോടൊപ്പം ചേർന്ന് പറയാമോ? എനിക്കുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നത്. ആരും പറയുന്നില്ല. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് എന്നെ ഓൺലൈൻ കേൾക്കുന്നവരുമായിട്ട് ഇന്ന് ഈ വചനം പങ്കിടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. മക്കളെ പറയണ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോലി ഒരുക്കി വെച്ചിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങളെ മുഴുവൻ ഒരുക്കി വെച്ച ശേഷമാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല അതിനെ കൊണ്ടു നിർത്തിയിട്ട് അതിനെ നോക്കി ഇറ്റ്സ് ഗുഡ്, ഇത് നല്ലതെന്ന് പറഞ്ഞു. ആർക്ക് നല്ലത്? ഇത് എൻ്റെ മക്കൾക്ക് നല്ലത്. ഹല്ലേലൂയ. ഇത് കൊള്ളാന്ന് മാത്രമല്ല, ഇത് എനിക്ക് കൊള്ളാന്ന് മാത്രമല്ല, ഇത് ഞാനിവിടെ നിലനിർത്താൻ പോകുന്ന എൻ്റെ മകനായ ആദമിന്റെ പിന്തുടർച്ചകൾക്കും ഇത് നല്ലതെന്ന് കണ്ടു. ആമേൻ. ദൈവം എല്ലാം നല്ലതിനാണ് നമ്മുടെ ലൈഫിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാം നന്നായി ചെയ്യാൻ അറിയുന്നവനും നിന്റെ അകത്ത് വസിക്കുക. കയറി വരണം. ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് വലിയ ഡെലിവറൻസ് ആയിരിക്കും. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണണം. അപൂർണതയായി നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ കെട്ടുപാണ്ഡങ്ങളുടെ ഈ പകൽ ഹല്ലേലൂയ എല്ലാത്തിനെയും അനുഗ്രഹ നിമിത്തമായി നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുള്ള ദൂതിനാൽ ഇന്ന് നിങ്ങളുടെ മേൽ ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച വെളിപ്പെടുമാറാകണം. ഈ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി, ദൈവത്തിന്റെ ശബ്ദമായി ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഭൂമിയിലെ സാഹചര്യങ്ങൾ ഒരു പുല്ലുപോലും നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ദൈവം അത് നിവർത്തിക്കേണ്ടതിനായി നിങ്ങളുടെ കൂടെ നിൽക്കും. കൂടെ നിൽക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. നിൽക്കാൻ തയ്യാറാണോ? ദൈവം ചിലതിനെ നിങ്ങളുടെ മേൽ നൽകാൻ പോവുകയാണ്. ഞാനൊരു ദൂത് ശക്തിയോടെ സഭയോട് കൈമാറാൻ പോകുന്നു. അതിൽ തളർച്ച സംഭവിക്കപ്പെട്ട സകലയിടത്തും ഒരു വളർച്ച സംഭവിക്കാൻ പോവുകയാണ്. സ്വീകരിക്കുക. ഹല്ലേലൂയ. തളർന്നു പോയ, ഹല്ലേലൂയ, ചുരുങ്ങിപ്പോയ ചില മേഖലകളെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മണ്ണെടുത്ത് കുഴച്ചൊരു പ്രതിമയുണ്ടാക്കിയിട്ട് ആ പ്രതിമയുടെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഊതിക്കയറ്റി ജീവവായു മനുഷ്യന്റെ പ്രതിമയുടെ മൂക്കിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ വേർപിരിയാൻ കഴിയാത്ത ഒരു ബന്ധം അവിടെ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയ, പക്ഷെ അവിടെ തുടങ്ങിയതിന് അതിന് മുമ്പേ തുടങ്ങിയതാണ്. അത് വെറും പ്രതിമയായിരുന്നതിനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. അവന്റെ അകത്ത് കയറി വന്ന ആത്മാവും അവന്റെ അകത്ത് വന്ന ദേഹിയും ദൈവത്താൽ അവനിൽ പ്രകടമായി വെളിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ ഇല്ലാത്ത ഒരു ബന്ധം, ഒരു പ്രാണബന്ധം ദൈവവും മനുഷ്യനും തമ്മിലുണ്ട്. എത്രത്തോളം പാപം ചെയ്ത് മനുഷ്യൻ
അകന്നകന്നു പോയാലും ഹല്ലേലൂയ അവന്റെ മേൽ ദൈവത്തിന്റെ കരുതലുകൾ ഉള്ളത് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ വകയായതുകൊണ്ടാ. ചേർന്ന് പറ, നീ സാത്താന്റെ വകയല്ല, നീ ദൈവത്തിന്റെ വകയാണ്. ആമേൻ. എന്നോടൊപ്പം ആര് ചേർന്ന് പറയും, ഞാൻ ദൈവത്തിൻ്റെതാണ്? തോമശ പറയാമോ? ഞാൻ, എൻ്റെ പ്രോപ്പർട്ടി ദൈവത്തിൻ്റെ, എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങൾ. ഈ ആഴ്ചയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശബ്ദം ഉയരണം, ദൈവത്തിൻ്റെതാണ് ഞാൻ, ദൈവത്തിൻ്റെതാണ് ഞാൻ, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. ആമേൻ. അതുകൊണ്ട് സാത്താനോ മനുഷ്യനോ ആ വിഷയത്തിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ജോലി നിമിത്തം ഭാരം അനുഭവിക്കുന്ന, വ്യത്യസ്ത നിലകളിൽ ഭാരം അനുഭവിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നീ ആ പ്രശ്നത്തിനകത്ത് ഇനി കുടുങ്ങി പോകാതിരിക്കേണ്ടതിനായി ഇത് ദൈവത്തിൻ്റെതാണെന്ന് നീ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പ്രാണബന്ധം തുടങ്ങി. ആ മനുഷ്യനെ കാണേണ്ടതിനായി ദൈവം വൈകുന്നേരങ്ങളിൽ മുഖാമുഖം കാണേണ്ടതിനായി ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആദ്യം മനുഷ്യൻ ഉണ്ടായിരുന്ന ബന്ധം ദൈവത്തോടായിരുന്നു. ആമേൻ. അതുകൊണ്ട് എല്ലാ തുടക്കങ്ങളും എല്ലാ തുടർമാനതകളും ദൈവത്താൽ തന്നെ സംഭവിക്കണം. ഞാൻ ഈ പറഞ്ഞ വാക്ക് എത്ര പേർക്ക് കേട്ടു? ബന്ധങ്ങളുടെ തുടക്കം ദൈവത്തിലായതുകൊണ്ട് ബാക്കി എല്ലാ ബന്ധങ്ങളോടുമുള്ള ബന്ധത്തിൽ ഗോഡ്ലി ദൈവിക പ്രാണബന്ധമേ ആകാൻ പാടുള്ളൂ. ലൗകികമാകാൻ, വേൾഡി അഥവാ ലോകത്തിൻ്റെതയോ സാത്താന്റെയോ ആയിത്തീരാൻ പാടില്ല. ദൈവികമാണെങ്കിൽ ദൈവം ഈ ഭൂമിയെ നോക്കി പറഞ്ഞ നല്ലതെന്ന വിടുതല് നിങ്ങളുടെ മേലേക്കും ഉണ്ടാകും. ആമേൻ. ഈ ദൂത് ഇങ്ങനെ കേട്ടിരിക്കുന്ന എനിക്ക് എത്ര മനസ്സിലാകുന്നുണ്ട്. ഞാൻ ജീവനും ആത്മാവും പ്രസംഗിച്ചും 2-3 ആഴ്ച പറഞ്ഞു നിർത്തിയേച്ചാണ് ഈ സന്ദേശം പറയാൻ. ഹല്ലേലൂയ. ഇത് ദൈവമായിട്ട് എന്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവരുന്നതാണ്. പറഞ്ഞാട്ടെ, എന്റെ എല്ലാ ബന്ധങ്ങളുടെയും തുടക്കം എവിടെ ആയിരിക്കണം? ദൈവത്തിലായിരിക്കണം. ദൈവികമല്ലാത്ത ഒരു ബന്ധങ്ങളുടെ മേലും നിങ്ങൾ കൈവെക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ഈ ഭൂമി നിനക്ക് അനുഗ്രഹമായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഈ ഭൂമിയെ നോക്കി, സൃഷ്ടികളെ നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ലത് നിന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലതല്ലാതെ കയറി വന്ന സകല ഹല്ലേലൂയ പ്രാണബന്ധങ്ങളുടെ എഫക്റ്റുകള് ദൈവം ശാസിച്ചു തുടങ്ങി. ആമേൻ. ആമേൻ. നീ ഒരുപാട് നാളുകളായി ജോലി ചെയ്തിട്ടും ഒരുപാട് നാളുകൾ അധ്വാനിച്ചിട്ടും നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്റെ കൊട്ടയ്ക്കകത്ത് കയറുന്നില്ലെങ്കിൽ ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുന്നു, ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. നീ നല്ലതായി തീരാൻ പ്രകൃതിയെ നോക്കി ദൈവം പറഞ്ഞ അതേ വാക്ക് നിന്റെ അനുഭവത്തിന് വെളിപ്പെടാൻ പോകുക. ആമേൻ. ആമേൻ. ഞാൻ പറഞ്ഞ ദൂതിന്റെ കട്ടി എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാ. എന്തിന്റെ അവകാശി? ദൈവത്തിന്റെ അവകാശിയാ. പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ദൈവത്തിന് അവകാശമുള്ളതെല്ലാം എനിക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യതയായിരുന്നു യേശു കർത്താവ്. യേശു കർത്താവിനെ തന്നപ്പോൾ അതിനോട് ചേർന്ന് പറയാണ്, അവനോട് കൂടെ സകലത്തെയും നൽകാതിരിക്കുമോ? ഈ പകല് ക്രിസ്തുവിലൂടെ നിങ്ങളിൽ പ്രകടമായി വെളിപ്പെട്ട സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അനുഗ്രഹങ്ങളുടെ തുടർച്ച നിങ്ങളിൽ സംഭവിക്കേണ്ടതിന് എല്ലാ മാനുഷികവും സാത്താനികവുമായ എല്ലാ ബന്ധങ്ങളും കട്ടായി പോകണം. ആമേൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കര ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ. എല്ലാ വൈകുന്നേരങ്ങളിലും ദൈവം തനിക്കുമായി പ്രാണബന്ധമുള്ള ആദമിന്റെ അടുക്കൽ ഇറങ്ങി വരുമായിരുന്നു. ഹല്ലേലൂയ. ആദമിന് ഒരു വൈകുന്നേരം ഉണ്ടായിരുന്നു. അത് പറഞ്ഞേ, ആദമിന് ഒരു വൈകുന്നേരം ഉണ്ടായിരുന്നു. എന്താണ്? ദൈവമായിട്ട് ചേർന്നിരിക്കാൻ. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളുണ്ടോ? നിങ്ങളുടെ വീടിനകത്ത് ദൈവവുമായുള്ള വൈകുന്നേരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആദമിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ ഒരു ബന്ധത്തിനകത്തേക്ക് ദൈവം വീണ്ടും റീകണക്ട് നൽകാൻ പോവുകയാണ്. ദൈവവും മനുഷ്യനും ഒന്നിച്ച് നിൽക്കുന്നത്, ഹല്ലേലൂയ, ഏദന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിരുന്നു. ഏദൻ തന്നെ ഒരു ബ്യൂട്ടിയാണ്. ഏദന്റെ മേലുള്ള സൗന്ദര്യം, ഹല്ലേലൂയ, അവതരിപ്പിക്കപ്പെട്ട, ഹല്ലേലൂയ, ആ ആദാമും ദൈവവും ഒരുമിച്ച് വരുന്നതാണ്. ഇന്ന് പകല് ഞാൻ പറയുന്നു, നിങ്ങളും ദൈവവും നിങ്ങളുടെ വീട്ടിൽ ഒരുമിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ വീടിന്റെ യഥാർത്ഥ സൗന്ദര്യം പുറത്തു വരും, യഥാർത്ഥ സന്തോഷം പുറത്തു വരും, യഥാർത്ഥ വിടുതൽ പുറത്തു വരും. നാളുകളായി നിന്റെ വീട് അനുഭവിക്കുന്ന എല്ലാ ദാരിദ്ര്യവും, നിന്റെ വീട് അനുഭവിക്കുന്ന എല്ലാ അസഹിഷ്ണുതയും, വീടനുഭവിക്കുന്ന എല്ലാ പരാധീനതകളും എന്നേക്കുമായി നിന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കാൻ ദൈവവുമായുള്ള പ്രാണബന്ധത്തിനകത്തേക്ക് കയറിക്കോ. ബന്ധമുള്ളവരോട് ഞാൻ പറഞ്ഞു, ആ ബന്ധത്തിന്റെ ആഴം കൂട്ടുക. ഒരു ദിവസം ദൈവം ഇറങ്ങി വരുമ്പോൾ എല്ലാ വൈകുന്നേരം ദൈവത്തിന്റെ വരവ് നോക്കിയിരിക്കുന്ന ആദമിനെ കാണുന്നില്ല. ആദമേ എന്ന് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അങ്ങകലെയോ ഞാനിവിടെ മരത്തിന്റെ മറവിൽ ഇരിപ്പുണ്ട് എന്നൊരു വാക്ക് മാത്രം കേൾക്കുക. എന്നോട് കൂടെ ചേർന്ന് വന്നാട്ടെ. ഭക്ഷിക്കരുതെന്ന്, തൊടരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം പറിച്ചു തിന്ന് മറ്റൊരു സോൾട്ടൈ ലോകവും സൈത്തനുമായി ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ട ആദമിനെ കാണുന്നു. ദൈവം തന്റെ ശ്വാസം ഉപയോഗിച്ച് മനുഷ്യന്റെ ശരീരത്തിനകത്തിട്ട തേജസ്സിനെ അവൻ നഷ്ടമാക്കി. നഗ്നനായി ഇരുവരും മരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുക. ഇന്ന് പകല് ഒളിക്കപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നീ വരിക. ആമേൻ. ബന്ധം നഷ്ടപ്പെട്ടു പോയി. നീ നഗ്നനെന്ന് ആരാണ് നിന്നോട് പറഞ്ഞേ? നഗ്നത തിരിച്ചറിയുന്ന ആദമിന് ദൈവത്തിന്റെ മുമ്പിൽ വരാൻ കഴിയാതെ അകന്നു പോയപ്പോൾ ദൈവം അവന്റെ നഗ്നത അവന്റെ കണ്ണിൽ നിന്നും മറയ്ക്കേണ്ടതിനായി ഒരു മൃഗത്തെ കൊന്നിട്ട് അവനൊരു തോലുടുപ്പിച്ചു. എത്രത്തോളം പരിഹാരം! തേജസ്സിന് പകരം ഒരു തോല്, തേജസ്സിന് പകരം ഒരു തോൽ. അവർക്ക് തമ്മിൽ തന്നെയും ആ നഗ്നത കാണാതിരിക്കാൻ ഒരു കാരണമായി. പക്ഷേ മനുഷ്യന്റെ മനസാക്ഷിക്കകത്ത്, അവന്റെ നഗ്നതയ്ക്കകത്ത് വന്ന യഥാർത്ഥ കോട്ടങ്ങൾക്കകത്ത് കുറ്റബോധമുള്ളവനായി ദൈവമെന്ന തൻ്റെ അപ്പനുമായുള്ള പ്രാണബന്ധത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് സാത്താനുമായുള്ള പ്രാണബന്ധത്തിനകത്ത് കുറ്റബോധമുള്ളവനായി ഏദന്റെ പുറത്തേക്ക് പോകുവാനിടയായി. അതൊരു സൈനാണ്. ഒരു മൃഗത്തെ അറുത്തവരെ നാണം മറപ്പിച്ചത് ഒരു സൈനാണ്. ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം നിന്റെ എന്നേക്കുമുള്ള നാണത്തെ, എന്നേക്കുമുള്ള കുറ്റബോധത്തെ, എന്നേക്കും നിന്റെ ശരീരത്തിലും മനസ്സിലേക്കും ആഴ്ന്നിറങ്ങി വന്ന പ്രഹരങ്ങളെയും മാറ്റാൻ പര്യാപ്തമായ ഒരു ദൈവശക്തിയുടെ പകർച്ച നിനക്ക് നൽകുമെന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ കൊടുക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അന്ന് മുതൽ എന്നൊക്കെ ഈ യാഗത്തെ കുറിച്ച് പറയുന്നിടത്ത് ഒരു വിടുതലുണ്ട്.
ഹല്ലേലൂയ. ഇന്ന് പകലും അവന്റെ യാഗം കഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ യാഗത്താൽ യഥാർത്ഥ തേജസ്സാകുന്ന ആത്മാവെന്നതിനെ അച്ചാരമായി സ്വീകരിക്കപ്പെട്ട നിങ്ങളുടെ അകത്തും അത് വ്യാപരിച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരു കുറ്റബോധത്തിനകത്തും നീ കടന്നു പോകാതെ യഥാർത്ഥ വിടുതൽ നിന്റെ ശരീരത്തിലും ദേഹിയിലും ആത്മാവിലും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തുറന്നുകൊണ്ടുവരണം, മനസ്സ് തുറന്നുകൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം വിട്ടകന്നപ്പോൾ ലോകവും സാത്താനും അവന്റെ മനസ്സിനകത്തേക്ക് കയറിച്ചു. അതുകൊണ്ടാണ് ഏതിനെ പുറത്തേക്ക് പോകുവാനിടയായത്. ഇന്ന് പകല് പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയട്ടെ. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇനി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. 2 വാക്ക് പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. കൃപയിലേക്ക് വീഴുക, കൃപയിൽ നിന്ന് വീഴുക. എന്തൊക്കെയാണ്? കൃപയാരാ? യേശു ക്രിസ്തുവാണ്. എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ എങ്ങോട്ടാ വീഴുന്നേ? പക്ഷേ ആ കൃപയുടെ സ്ഥാനത്ത് കർത്താവിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ ഒന്നും എടുത്ത് വെക്കരുത്. അത് വലിയ പ്രശ്നമാണ്. നീ നിന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ട ആളാന്നോ, നിന്റെ പ്രയത്നം കൊണ്ട് രക്ഷപ്പെട്ട ആളാന്നോ ഒന്നും ആഗ്രഹിക്കരുത്. എപ്പോഴും നിന്നെ പൊതിയുന്ന കൃപയ്ക്കകത്തേക്ക് ആത്മാവിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ഏറ്റവും ഗൗരവമേറിയ 2 വാക്യങ്ങളകത്ത് വരാൻ ആഗ്രഹിക്കുകയാണ്. 2ാമത്തെ വാക്യമാണ് ആഴ്ചയുടെ പ്രാധാന്യതയുള്ളത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. മനുഷ്യൻ ഏകനാണെന്ന് അറിഞ്ഞപ്പോൾ ദൈവം ഒരു ബന്ധം കൊടുക്കുകയാണ്. അതാണ് നമ്മൾ 2ാം അധ്യായത്തിനകത്ത് കൊടുക്കുന്നത്. യഹോവയായ ആ വാക്യം 2ാം അധ്യായത്തിന്റെ താഴെയാണ്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എല്ലാ മൃഗങ്ങളെയും എല്ലാ പക്ഷിജാലങ്ങളെയും ആദമിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ കടത്തിവിട്ടിട്ട് എല്ലാത്തിനും പേര് നൽകിയിട്ടും അതൊന്നും ആദമിന് കൂട്ടാകത്തില്ല, തുണയാകത്തില്ല. ശ്രദ്ധിച്ചേ, തുണയാകില്ല എന്ന് മനസ്സിലായപ്പോൾ ദൈവം ആദമിന്റെ വാരിയെല്ലെടുത്ത് ആദമിന്റെ ഉറക്കത്തിൽ ആദമിനൊരു സ്ത്രീയെ ഉണ്ടാക്കി. വാക്യം 2ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നു, അവർ ഏക ദേഹമായി തീരും. അതിന്റെ 24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇതൊരു പ്രാണബന്ധമാണ്, ദൈവത്താലുള്ള പ്രാണബന്ധം. ഭാര്യയുമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും കുഴപ്പമില്ല. ഇതൊരു ബന്ധത്തിന്റെ പുതുക്കൂടെ സംഭവിക്കും. എന്താണ്? ഈ ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെയും അമ്മയെയും വിട്ടിട്ട് ഇതൊരു പ്രാണബന്ധമാണ്. ദൈവത്താലുള്ള പ്രാണബന്ധം. ഞാൻ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇത് മെസ്സേജുമായിട്ട് വന്നത്. അങ്ങനെയാണ് ചില വിടുതലുകളുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള സകല അപാകതകളും ഇന്ന് വചനത്താൽ പരിഹരിക്കപ്പെട്ടേനെ. ആമേൻ. ആത്മാവിന് കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരണം ഈ ആദമിന് പ്രശ്നം ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോയപ്പോഴാ. അല്ലേ? പുള്ളി വെള്ളം കോരാൻ പോയാണോ അറിയില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഹവ്വ പഴം പറിച്ച് തിന്നു. ലോകബന്ധം അകത്ത് കയറ്റി നിൽക്കാൻ നേരത്ത് ആദമിനും പറിച്ചു കൊടുത്ത് 2 പേരും കഴിച്ച് നിൽക്കുകയാണ്. ആദമിന് പറയാനുള്ള, കർത്താവേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ രാഖിയുടെ ഒക്കെ വീട്ടിൽ വെച്ച് ആ വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ആ വാക്ക് ഇങ്ങനെയാണ്: കുറ്റമായിട്ട് പറയല്ല, എങ്കിലും ഞാനല്ല കുറ്റക്കാരൻ, നീ എന്നോട് കൂടെ ഇരിക്കാൻ നീ തന്നവളുടെ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്.
അവിടെ പ്രസംഗിക്കാൻ പറ്റില്ലാത്ത ഒരുപാട് ആശയങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ പഴം പറിച്ച് തിന്നാതിരിക്കാമായിരുന്നു. പക്ഷെ ഇവള് കൈവിട്ടു പോകും, ഇവള് പുറത്തു പോകും. ഞാൻ അകത്തും അവള് പുറത്തും പോകുന്ന ഒരു നിലവാരം വരാതിരിക്കേണ്ടതിനായിട്ട് ഞാനിവിടെ കഴിച്ചു പോയതാണ്. ആരും എന്നെ ശിക്ഷിക്കരുത്. ആമേൻ. ഇതിങ്ങനെ പ്രസംഗിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ആദാമ് വരാനിരിക്കുന്ന ആദാമിന് മുമ്പുള്ള നിഴലായതുകൊണ്ടും രണ്ടാം മാതാവായ യേശു കർത്താവ് തന്റെ മണവാട്ടിക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തതിന്റെ നിഴലായിട്ടും നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, സ്വന്തം ജീവൻ കൊടുത്താണ് മണവാട്ടിയാകുന്ന സഭയെ യേശു സ്നേഹിച്ചത്. അതും അങ്ങനെ സ്നേഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആഴമായുള്ള ഒരു സ്നേഹം, പ്രാണബന്ധം ദൈവം കൊടുക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട്. ഇത് എല്ലാരും വേണമായിരുന്നല്ലേ? ദൈവം കൊടുക്കുന്ന ഭാര്യയും ദൈവം തുടങ്ങിയ ബന്ധത്തിനൊന്നിനും ഉലച്ചിലുകൾ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുക. ഈ കുടുംബത്തോടുള്ള ഈ ഒരു ഭാഗം നിർത്തുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ചർച്ചിനകത്തുള്ള, നമ്മുടെ ദേശത്തുള്ള ഹല്ലേലൂയ ദൈവികമല്ലാത്ത കുടുംബങ്ങളിൽ വന്ന എല്ലാ വിച്ഛേദനങ്ങളെയും യേശു സൗഖ്യമാക്കട്ടെ. ആമേൻ പറ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ദൈവികമല്ലാതെ ഹല്ലേലൂയ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ച എല്ലാ സോൾട്ടൈഡ് പ്രഹരങ്ങളും മാറിപ്പോകട്ടെ. ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ 3 കുടുംബങ്ങളെ കഴിഞ്ഞ 2.5 മാസമായിട്ട് കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ പ്രശ്നമല്ല, ഭയങ്കര ഡീപ് പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ആ വിഷയത്തിനകത്ത് ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തുടങ്ങിയ ബന്ധങ്ങൾക്കകത്ത് സാത്താനിട്ട സകല പരീക്ഷണങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് മുണ്ടക്കയത്ത് ഒരു കൂട്ടം കുടുംബം പുറത്തു വരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ കൈ ഉയർത്തി പിടിക്കാൻ സഭ തയ്യാറാകണം. ഇതിന് ദൈവത്തിന്റെ ഉറപ്പ്, സാത്താനോടുള്ള വെല്ലുവിളി. നീ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ എൻ്റെ ബന്ധത്തിനകത്ത് ആ ജനത്തെ പിടിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാടെ, ഇവിടെ ഉള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാടെ, ദൈവികമല്ലാത്ത എൻ്റെ കുടുംബത്തിൽ വന്ന സകല ലോകത്തിൻ്റെയും മനുഷ്യന്റെയും വാക്ക്, വാചകം, ശക്തി, അതിന് ഇനി എൻ്റെ മേൽ സ്ഥാനമില്ല. യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ആത്മാവിനാൽ ഞാൻ ഈ വിഷയത്തിൽ ഞാനും എൻ്റെ കുടുംബവും സ്വതന്ത്രമായിരിക്കുന്നു. എല്ലാവരും വേണം. ആമേൻ, ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോ? പ്രാണബന്ധം തുടങ്ങിയത് ദൈവത്താലായതുകൊണ്ട് ബാക്കി എല്ലാ ബന്ധങ്ങളിലും ആ തുടർച്ച, ദൈവിക തുടർച്ച, ഗോഡ്ലി ദൈവികമായ ബന്ധം ഉണ്ടായിരിക്കണം. ആമേൻ. അത് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും എന്താണ്? ദൈവത്താൽ തുടങ്ങി ദൈവത്താൽ നിലനിന്ന് ദൈവത്താൽ തന്നെ തുടരണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ബന്ധത്തിനകത്ത് മൂന്നാമതൊരാളുണ്ട്. അതിന്റെ ആളുടെ പേര് ദൈവം എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് ഇപ്പോഴും ഉലച്ചിലുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പകല് നിങ്ങളിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എവിടെയോ മിസ് ചെയ്തിരിക്കുന്നു. നിന്നെ ജയിപ്പിക്കാൻ മൂന്നാമൻ ഒരാളുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നിനക്കിനി പരാജയങ്ങളില്ല. എല്ലാ കുടുംബ ബന്ധങ്ങളുടെ പേരും ദൈവത്തിന്റെ സമാധാനം, ദിവ്യമായ നേച്ചർ, ദിവ്യമായ കൾച്ചർ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ.
ഒന്ന് കര ഉയർത്തി മുണ്ടക്കയത്തിന് വേണ്ടി ഒന്ന് ഹല്ലേലൂയ. മുണ്ടക്കയത്തിന്റെ മേൽ കുടുംബ ബന്ധം, എല്ലാവരും ഒന്ന് കൈവർത്തിപ്പിടുക. മുണ്ടക്കയത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ മേൽ വന്ന ഉലച്ചിലുകൾ മാറട്ടെ. അൺഗോൾലി ബന്ധങ്ങളുടെ മേൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളും മാറട്ടെ. എല്ലാ ഡിവോഴ്സുകളെയും ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാ ദുഷ്ടന്റെ ഇടപാടുകളെയും ശാസിക്കുന്നു. സമാധാനം, സന്തോഷം കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ. ആമേൻ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ കുടുംബങ്ങളെ ഉറപ്പിക്കുന്ന ബന്ധങ്ങളായിത്തീരും. നിങ്ങൾ പല കുടുംബങ്ങളെയും ഒരുമിപ്പിക്കും. നിങ്ങളുടെ ശബ്ദങ്ങൾ കുടുംബ ബന്ധങ്ങൾക്കകത്തെ പ്രശ്നങ്ങളെ മാറ്റും. ആമേൻ. പൂർണ്ണമായ ഒരു പരിഹാരം യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സന്നിപാസ് ഒരുപാട് തവണ ആ സന്ദേശം പറയുന്നത് കേട്ടിട്ടുണ്ട്. 30 ചരട് അറ്റുപോകയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എൻഗേജ്മെന്റിൽ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അടിയിലല്ല കെട്ട്, ഓരോ മുടി പിന്നുവാണെങ്കിൽ ഓരോ ഇഴയിലും ഓരോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറ. പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ് ഹല്ലേലൂയ ദൈവം തന്ന ബന്ധങ്ങൾക്കകത്ത് ദൈവം ഇട്ടിരിക്കുന്നു. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒത്തിരി ആരോഗ്യപരമായുള്ള ബന്ധങ്ങൾ ദൈവം സഭയ്ക്ക് നൽകാൻ പോവുകയാണ്. മാതൃകാപരമായുള്ള കുടുംബ ബന്ധങ്ങളുള്ള ആൾക്കാരെ ദൈവം സഭയ്ക്ക് ഒന്ന് കൈ ഉയർത്തി പിടിക്കുക. ഹല്ലേലൂയ. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകാൻ പോകുക. ആരോഗ്യപരമായുള്ള സൗഖ്യപരമായുള്ള കുടുംബ ബന്ധങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകാൻ പോകുക. കാരണം ഇതിനെ യോജിപ്പിക്കുന്നതിനും നിലനിർത്തുകയും ചെയ്യുന്നത് ദൈവമാണ്. നമ്മൾ കൂട്ടിയ കൂടത്തില്ല, ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ കണ്ണെത്തിപ്പിടിക്കാത്തടുത്ത് പ്രശ്നം സൃഷ്ടിക്കുന്ന സാത്താനിയ ഇരുളുകളെ വെളിച്ചമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രാണബന്ധം നമ്മുടെ കൂടെയുണ്ട്. അത് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അടുത്തൊരു ആശയത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തയെ വേഗത്തിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ ആദ്യം ദൈവവും രണ്ടാമത് ഞാൻ അവതരിപ്പിച്ചൊരു കുടുംബമാണെങ്കിൽ ഈ അപ്പനും മക്കളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ചില ബന്ധങ്ങളൊന്നും ഒരു പ്രാണബന്ധമില്ല. അല്ലേ? പണ്ടുള്ളത് പോലെ അപ്പനും മക്കളും ഉള്ള. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഭയങ്കര മടിയനായിരുന്നു. ഇപ്പോഴും ആ മടി കുറച്ചെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക മാറാൻ. നിങ്ങളിങ്ങനെ തുറന്ന് പറയുമോ? ഞങ്ങളവിടെ നിന്ന് 2-3 മണിക്കൂറുകളൊക്കെയാണ് ഈ രാത്രി പ്രാർത്ഥനകൾക്ക് പോകുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറിയ നടന്ന് ഒത്തിരി പോണം, വണ്ടിയോ വള്ളമോ ഓട്ടോയോ പോകത്തില്ലാത്ത സ്ഥലത്തൊക്കെ കുടുംബ പ്രാർത്ഥന വെക്കാൻ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അനിയൻ നടക്കും, പക്ഷെ ഞാൻ നടക്കുകയില്ല. എന്നെ ഞങ്ങൾ അച്ഛൻ തോളെ കയറ്റി വെച്ചിട്ട് 2 കാലം അപ്പുറം ഇരുന്നിട്ട് പോകുന്നു ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തോളത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആ പിതാവ് ഇവിടെ വന്ന് പ്രസംഗിച്ച കഴിഞ്ഞ ദിവസം. ഹല്ലേലൂയ. അന്ന് ഞങ്ങളും പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആമേൻ. ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് എന്നെ വിളിച്ചില്ലേലും എന്റെ വൈഫിനെ വിളിക്കും. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പുള്ളി ഞാൻ അറിയാതെ അത് പരിഹരിക്കും. അടുക്കളയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതൊരു ബന്ധത്തിന്റെ ഭാഗമാണ്. എന്റെ വൈഫ് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയായിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ നല്ലൊരു അപ്പനെയാണ് അവൾക്ക് കിട്ടിയത്. അവളുടെ ചെറിയ പ്രായം മുതൽ 3-ാമത്തെ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ പിതാവിന്റെ സ്നേഹം ദൈവം അവൾക്ക് തിരിച്ചു കൊടുത്ത എൻ്റെ പിതാവിലൂടെയാണ്. ദൈവം ചില ബന്ധങ്ങളെ തരും. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായി പ്രവചിക്കുന്ന സഭയുള്ള അങ്ങനെ ചില പിതാക്കന്മാരെ ദൈവം ലേറ്റായിട്ട് സഭയ്ക്കകത്തേക്ക് നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പന്മാരും മക്കളുമായുള്ള യഥാർത്ഥ റിലേഷൻഷിപ്പ് സഭയ്ക്കകത്ത് ദൈവം തുടങ്ങാൻ പോവുകയാണ്. കൈ ഉയർത്തി അതിനെ സ്വീകരിച്ചോണം.
അതിൽ ഇന്ന് പകരം ചില ബന്ധങ്ങളുടെ തുടക്കം. വ്യക്തിയെ നിങ്ങൾ കണ്ടില്ലെന്ന് വരും, വ്യക്തി എവിടെയോ കള്ളഷാപ്പിൽ ഇരിക്കുമായിരിക്കും. ഇപ്പൊ പേടിക്കണ്ട. ഹല്ലേലൂയ. ഇന്ന് നീ ആത്മാവിൽ പിടിച്ചോ, അവനെ നല്ലവനാക്കി ഇന്ന് ഇവിടെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ചില ബന്ധങ്ങൾക്ക് ദൈവം തുടക്കങ്ങൾ, ദൈവികമായ ചില ബന്ധങ്ങൾക്ക് ദൈവം തുടക്കം പോവാ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി സഭയിൽ വന്നിട്ടും ഈ ബന്ധങ്ങൾക്കകത്ത് സ്ഥിരമാകാതെ ഉലച്ചിലുകൾ സംഭവിച്ച് പിരിഞ്ഞ് 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 നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ളതുമായ ഉലച്ചിലുകളെ ദൈവം പരിഹരിച്ച് ആ യഥാർത്ഥമായ ഒരു ദൈവിക ബന്ധത്തിനകത്തേക്ക് ദൈവം കയറ്റാൻ പോവുകയാണ്. ഇത് കയറ്റിപ്പിടി, നന്നായിട്ട് പിടിക്കേണ്ട ദൂതാണ്. ഹല്ലേലൂയ. പ്രസംഗമല്ല സഭയെ വളർത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. പരിപാലനത്തോടെയുള്ള ബന്ധങ്ങളാണ് സഭയെ വളർത്തുന്നത്. ഹല്ലേലൂയ. പ്യുവർ വേടും അല്ലെ സത്യമായ പ്യുവർ വേടും ഹല്ലേലൂയ നല്ല ബന്ധങ്ങളും സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിലനിൽക്കുന്ന വളർച്ച സഭയുടെ മേലുണ്ടാകും. ഇന്നലകളിൽ അങ്ങനെ സംഭവിക്കാതെ വന്ന സകല അപജയങ്ങളെയും പരാജയങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാലും രക്തത്തിനാലും ജീവനാലും അഭിഷിക്തനായി നിന്ന് ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. ആ മേഖലകളിൽ വ്യാപരിച്ച ദുരാത്മ മേഖലകൾ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ, ആമേൻ. നമുക്കറിയത്തില്ല നമ്മുടെ കണ്ണെവിടെയാ കെട്ടുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പിന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ബന്ധങ്ങളെ ഉലച്ചിലാക്കി തീർക്കുന്ന ഹല്ലേലൂയ യഥാർത്ഥമായുള്ള ബന്ധത്തിലേക്ക്, ദൈവികമായ അനുഭവത്തിലേക്ക് ജനത്തെ കടത്തിവിടാതെ ഉലച്ചിലുകൾ ഉണ്ടാക്കുന്ന ഈവിൽ സ്പിരിറ്റിന്റെ എല്ലാ കെട്ടുകളും ജീവനാലും ആത്മാവിനാലും പൂർണ്ണമായ വിടുതലിലേക്ക് വിടുകയാണ്. ഈ ആഴ്ചകളിൽ ഈ വിഷയങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഉലച്ചിലുകൾ സംഭവിക്കപ്പെട്ടത് എല്ലാം അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് മാറും. നീ ഇതിനെ അഡ്രസ് ചെയ്യുന്നതാണ് ഈ വിടുതൽ. നിന്റെ നാവിനകത്ത് ഇത് എടുത്ത് ഉപയോഗിക്കുന്നതാണ് വിടുതൽ. നിന്റെ മനസ്സിനകത്തോ ബോധത്തിനകത്തോ ഇത് വരാതിരിക്കാൻ സാത്താൻ ശ്രമിക്കും. പക്ഷേ കർത്താവ് ഇത് നിന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിടുതലുകൾ നിന്റെ മുമ്പിലാ. എന്നോട് പറയുന്നു ഹല്ലേലൂയ, സ്വതവേ ചില പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലുകൾ ബന്ധങ്ങളിലൂടെ ദൈവം ചിലത് തുറന്നിടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ബന്ധമുള്ള ചിലരെ ദൈവത്തിലേക്ക് തിരിക്കാൻ നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധം സഹായിക്കാൻ പോവുക. ഒരുപക്ഷെ നീ പറഞ്ഞിട്ടല്ല, ഒരുപക്ഷെ നീ അവരെ കണ്ടിട്ടല്ല, ഒരുപക്ഷെ നീ അവരുടെ അടുക്ക ചെന്നിട്ടല്ല, മറിച്ച് നീയും അവരുമായുള്ള ബന്ധം അത് പക്ഷേ നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം, നിന്റെ ഫാമിലിക്കകത്തായിരിക്കാം. ഇതുവരെ വരാത്തതിന് ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം നിന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടത്, 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 ഒഴുകട്ടത്. ഇത് ചില കുടുംബങ്ങളെ പിടിക്കട്ടെ, ചില ബന്ധങ്ങളെ പിടിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ ആഴം ഒന്ന് തുറക്കാൻ വേണ്ടി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആഗ്രഹിക്കുക. സമയം പോയെങ്കിലും ഞാൻ തുറന്നേ കൊണ്ടുവരേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ യാക്കോബിനും അവന്റെ അവസാനത്തെ മകനാകുന്ന ബെന്യാമിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കും. യാക്കോബിന് എത്ര പുത്രന്മാരുള്ളത്? 12 പുത്രന്മാരാണ്. അതിൽ ഒരുവൻ മരിച്ചുപോയെന്നുള്ള ഒരു ശബ്ദം യാക്കോബ് കേട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം മുതലാണ് ഈ ഭാഗം തുടങ്ങുന്നത്. വായിക്കണമെന്നില്ല, എന്റെ കൂടെ വന്നിരുന്നാൽ മതി, സമയം പോയി. ഹല്ലേലൂയ. എങ്കിലും 2 പേരെ, ഹല്ലേലൂയ, രൂബനെയും
യഹൂദയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേ എനിക്ക് പറ്റുള്ളൂ. അത് സഭയോടുള്ള ദൂത. ഹല്ലേലൂയ. നേരം വെളുത്തു വരുമ്പോൾ ഒരു 5:30 ബന്ധത്തിൽ ഞാൻ ആത്മാവിൽ കണ്ട ഒരു ദൈവശബ്ദമാണ്. ഹല്ലേലൂയ. സഭയോടുള്ള ദൂതായതുകൊണ്ട് ഇതെനിക്ക് പ്രസംഗിക്കാതെ എത്ര സമയം പോയാലും പറയാതെ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ബെന്യാമിനോട് ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. തന്റെ വാർദ്ധക്യത്തിലായിരുന്ന കാലഘട്ടത്തിലാണ് ഹല്ലേലൂയ യോസേഫിനെ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നത്. യോസെഫ് നഷ്ടപ്പെട്ടു പോയത് അപ്പനാകുന്ന യാക്കോബിന് വലിയ ദുഃഖമുളവാക്കി. ഹല്ലേലൂയ. ഇവിടെ ദേശത്തുണ്ടായ ഒരു ക്ഷാമം നിമിത്തമായി ക്ഷാമത്തിൽ നിന്ന് വിടുതൽ നേടേണ്ടതിന് മിസ്രൈമിൽ പോയി ആഹാരം കൈക്കൊള്ളേണ്ടതിനായി യാക്കോബ് തൻ്റെ മക്കളെ 10 പേരെ വിളിക്കുന്നു. വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, മിസ്രൈമിൽ ആഹാരമുണ്ട്, അവിടെ ചെന്ന് ആഹാരം കൈക്കൊള്ളേണ്ടതിനായി നിങ്ങൾ 10 പേര് പോകണം. ആ 42-ാം അധ്യായത്തിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നു, ഈ സഹോദരന്മാരുടെ കൂടെ അവന്റെ ഇളയ മകനാകുന്ന ബെന്യാമിനെ അയക്കുവാൻ മടിയായി. വാക്യം വേണമെങ്കിൽ ഞാൻ വായിക്കാം. റോസൻ എന്ന് സഹായിക്കാമോ? 42-ന്റെ അതിന്റെ 4-ാം വാക്യം. എന്നാൽ യോസേഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കും എന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരുടെ കൂടെ അയച്ചില്ല. ആമേൻ. ഇതൊരു വലിയ സ്റ്റോറിയാണ്. യാക്കോബ് തന്റെ ഇളയ മകനെ പിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിരിയുന്ന സാഹചര്യങ്ങൾ പറയുന്നിടത്തെല്ലാം മക്കൾക്കും അറിയാം, അപ്പനും അറിയാം, ഇവൻ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും. അവൻ താഴോട്ട് പഠിച്ചു വരുമ്പോൾ എൻ്റെ നരയെ, അതിന്റെ 42-ന്റെ ഏറ്റവും അവസാനത്തെ 38-ാം വാക്യം, അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് യാക്കോബ് പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ബെന്യാമിനുമായിട്ട് യാക്കോബിന് യോസഫിനോട് ഉള്ളതുപോലെ തന്നെ ഒരു വലിയ ബന്ധമുണ്ട്. ഒരു പ്രാണബന്ധം. ഈ ബന്ധം ദൈവത്താലുള്ള ബന്ധം. മറ്റു മക്കളെക്കാൾ ഈ മനുഷ്യന് ഉള്ള ഈ പ്രാണബന്ധമാണ് അവന്റെ ജീവനെ പിടിച്ചു നിർത്തുന്നത്. അവൻ യാക്കോബിന്റെ പിന്നീട് കാലഘട്ടത്തിലേക്ക് കാണുമ്പോൾ യോസഫിനെ കുറിച്ച് തിരിച്ചറിവുണ്ടായതിനു ശേഷം മരണക്കിടക്കയിൽ കടക്കുന്നവൻ യോസഫിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ മരണം വിട്ട് എഴുന്നേൽക്കുന്ന ഭാഗമുണ്ട്. യാക്കോബിന്റെ ക്ഷീണം മാറി ഇസ്രയേൽ ചാടി എഴുന്നേറ്റു എന്നൊരു വചനം ബൈബിളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രാണബന്ധമാണ്. ഇവര് ഭക്ഷണം കൈക്കൊള്ളേണ്ടതിനായി, ആഹാരം കൈക്കൊള്ളേണ്ടതിനായി മിസ്രൈമിലേക്ക് ചെല്ലുന്നു. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആഹാരം കൈക്കൊള്ളുവാൻ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റോറി നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവർ വിറ്റ ഇവരുടെ സഹോദരനാകുന്ന യോസഫാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയ്ക്ക് സഹോദരന്മാർ അല്പം നരച്ചെങ്കിലും കൃത്യമായി മനസ്സിലായി. അവരെ വേറിട്ട് മാറ്റി. അവരെ നോക്കിയിട്ട് യോസഫ് പറയുന്നതാണ്, നിങ്ങൾ ഈ ദേശം ഉറ്റുനോക്കി കൊള്ളയിടാൻ വന്നവരാണ്, ആകയാൽ നിങ്ങൾക്ക് ആഹാരമില്ല. പെട്ടെന്ന് അവരെ പിടിക്കുന്നു, കാരാഗ്രഹത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഇവർ പറയുന്നു, ഞങ്ങൾ ഒരു അപ്പൻ, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞങ്ങളൊരു അപ്പന്റെ മക്കളാണ്, ഞങ്ങളെ കൂടാതെ ഒരു മകനൂടെ ഉണ്ട്, അവൻ വീട്ടിൽ അപ്പന്റെ കൂടെ ആയിരിക്കുന്നു. ഞങ്ങൾ ഈ ദേശം ഒറ്റുനേക്കാനോ നിങ്ങളെ അടിമയാക്കാനോ വന്നതല്ല. നിങ്ങൾക്കുണ്ടായ ക്ഷാമം ഞങ്ങൾക്കും ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ സമ്പത്ത് നൽകി ആഹാരം കൈക്കൊള്ളേണ്ടതിന് വന്നതാണ്. യോസഫിന് ഇത് മനസ്സിലായെങ്കിലും യോസഫ് അവരെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അതിനുശേഷമായി യോസഫിന് യഥാർത്ഥ അപ്പനെയും ഇളയ അനിയനെയും നേരിൽ കാണേണ്ടതിനായി ഒരു ഉപായം പ്രകടിപ്പിച്ചുകൊണ്ട് ശിമയി എന്ന് പറയുന്ന രൂപേന് ശേഷമുള്ള തന്റെ ജ്യേഷ്ഠനെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം അവരോട് പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ സഹോദരനാകുന്ന ശിമയെ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ
നിങ്ങൾ ആഹാരമില്ലാതെ മരിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ആഹാരമായി കടന്നുപോയി ശേഷം നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് തെളിയിക്കണം. ഇതാണോ? ഇത് ഇവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഈ രണ്ട് കാര്യമായിട്ട് എനിക്ക് നിങ്ങളോടുള്ള ദൂത് ഞാൻ വരികയാണ്. ഈ കാര്യമായിട്ടാണ് യാക്കോബിന്റെ അടുക്കല് രൂപനും യഹൂദയും എത്തുന്നത്. അത് 42-ലും 43-ലും കാണാൻ പറ്റും. 42-ാം അധ്യായത്തിനകത്ത് രൂപൻ വന്ന് പറയുന്ന രണ്ട് പ്രത്യേക ഭാഗങ്ങൾ. അവിടെ വെച്ച് യോസഫിനെ കുറിച്ച് ഓർമ്മ വന്നിട്ട് പറയാണ്, ഞാൻ അന്നേ പറഞ്ഞതാണ് അവനെ കൊല്ലരുതെന്ന്, ബാലനെ കൊന്നുകളയരുതെന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ല. കേൾക്കാഞ്ഞത് കൊണ്ട് ദൈവം നമ്മളോട് പകരം ചെയ്യുകയാണ്. അവിടെ നിന്ന് മടങ്ങി യാക്കോബിന്റെ അടുക്കൽ ചെന്നിട്ട് യാക്കോബിനോട് പറയാണ്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ അദ്ദേഹം ഞങ്ങളെ ഒരു നോക്കുകാരെ പോലെ കണ്ടു, ദേശത്തെ ആക്രമിക്കാൻ വന്നവരായി കണ്ടു. ആകയാൽ യഥാർത്ഥമായി ഞങ്ങൾ ഒരു അപ്പന്റെ മക്കളും എനിക്കൊരു ഇളയ സഹോദരനും ഉണ്ടെന്ന് തെളിയിച്ചാലേ ശിമയോനെ വിട്ടുകിട്ടത്തുള്ളൂ. ഇപ്പൊ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, മുൻപേ എനിക്ക് യോസഫ് പോയി, ഇപ്പോ ശിമയോനും പോയിരിക്കുന്നു. ഇനി നിങ്ങൾ എൻ്റെ ഇളയ മകനാകുന്ന ബെന്യാമീനെ നഷ്ടപ്പെടുത്തി കളയുമോ? അവിടെ വായിക്കുന്ന വാക്കാണ് അതിന്റെ 17-ാമത്തെ വാക്ക്. അപ്പോൾ രൂപൻ അപ്പനോട്, എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുക, ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കി വരുത്തും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്ന പക്ഷം എന്റെ 2 പുത്രന്മാരെ കൊന്നു കളഞ്ഞു. എന്തൊരു വേദനയോടെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം, എന്നോട് കർത്താവ് പറഞ്ഞ ദൂതിലേക്ക് വരാൻ പോവാം. യഹൂദയോടുള്ള ബന്ധത്തിൽ ഒരപ്പൻ തന്റെ മക്കളോട് സംസാരിക്കുന്ന ഭാഗമാണ്. ഇവിടെ നിങ്ങൾ പിതാവായ ദൈവത്തെ കാണണം, പുത്രനായ കർത്താവിനെ കാണണം, നമ്മളെയും കാണണം. ഇതിനകത്ത് അങ്ങനെ ഒരു ദൂത് കിടപ്പുണ്ട്. രൂപന്റെ കാര്യം എനിക്ക് പ്രസംഗിക്കണമെന്നുള്ള സമയം 11:30 കഴിഞ്ഞത് കൊണ്ട് ഈ യഹൂദയുടെ അടുക്കിലേക്ക് വരികയാണ്. യഹൂദ പറഞ്ഞ ഇതേ പദമാണ് അതിന്റെ 43-ാം അധ്യായം 9-ാം വാക്യം. ഈ രൂപൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? വിടാൻ പറ്റത്തില്ല. അതുപോലുള്ള ഒരു പ്രാണബന്ധത്തിനകത്തേക്ക് ഇപ്പൊ ഇരുന്ന് വായിക്കുകയാണ്. എല്ലാവരും ഉറക്കൊക്കെ പോയി ഇപ്പൊ ഇന്ന് വായന തുടങ്ങി. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാണബന്ധത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു യഹൂദ കയറി ഇടപെടുകയാണ്. യഹൂദ പറയാണ്, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിക്കൊള്ളാം. ഞാൻ അവന് വേണ്ടി. ഒരു മകൻ പോയി. ഒരു മകൻ യാക്കോബിന്റെ കണ്ണിനകത്ത്, പിതാവിന്റെ കണ്ണിനകത്ത് എവിടെയാ? ഒരു മകൻ അറുക്കപ്പെട്ട് നിൽക്കുക. ആ വാക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അവനെ പിച്ചിച്ചീന്തി എന്ന വാക്ക് കിടക്കണം. ഇനി എന്റെ ഇളയ മകനെ നിങ്ങൾക്ക് കൊണ്ടുപോകണോ? അപ്പോൾ ഇതിനകത്ത് ആക്സിസ് ഉള്ള യഹൂദ ആരാ? സ്തുതിക്കുന്നവൻ. യഹൂദ പറയാണ്, ഞാൻ ഉത്തരവാദി. നിങ്ങൾക്ക് വല്ല അത്ഭുതം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആ മകനെ നിന്റെ അടുക്കൽ തിരികെ കൊണ്ടുവരാൻ ഞാൻ ഉത്തരവാദി. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ മകനെ ഞാൻ മടക്കി കൊണ്ടുവരാൻ നിനക്ക് നിന്റെ മകനോടൊരു പ്രാണബന്ധം ഉണ്ടായിരുന്നു. ആ പ്രാണബന്ധത്തിനകത്ത് ഒരിക്കൽ മരിക്കപ്പെട്ടു പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും ഞാൻ നിനക്ക് വേണ്ടി ഉത്തരവാദിയാണ്. നിന്റെ മകനെ നിന്റെ അടുക്കൽ തിരികെ ഞാൻ കൊണ്ടുവന്നിരിക്കും. സഭയോടുള്ള ദൂതാണ്. ആമേൻ. മുൻപേ പോയവൻ മരിക്കപ്പെട്ടത് കൊണ്ട്
ജ്യേഷ്ഠന്മാർ ഇളയവനെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ, ആരുടെയാ? മരിക്കപ്പെട്ടവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു സ്തുതിക്കുന്ന യഹൂദ തയ്യാറാകുകയാണ്. ഞാൻ ഉത്തരവാദിയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേരുടെ ഉള്ളത്തിൽ കയറുന്നു? എത്ര പേർ ഉള്ളത്തിൽ കയറുന്നുണ്ട്? ഇതൊരു ദൂതാണ് സഭയുടെ മേലുള്ള. ഞാൻ ഉത്തരവാദിയാണ്. എന്റെ മനസ്സിനെ ഏറ്റവും ധൈര്യപ്പെടുത്തിയ ഒരു വാക്ക്, ഇവിടെ ലേറ്റ് ആകാൻ പാടില്ല. യഹൂദ പറയാ, ലേറ്റ് ആകുന്നത് ഇതൊരു പ്രശ്നമാണ്. കാരണം ഒരുവൻ തടവിൽ കിടക്കുന്നു. ഇളയവനെ കൊണ്ടുപോകാതെ അവൻ തടവ് വിട്ട് പുറത്തു വരത്തില്ല. ഇതിനെന്നെ ധൈര്യപ്പെടുത്തിയ നിങ്ങളുള്ള ശക്തമായൊരു ദൂത് ആ വ്യക്തി ഇങ്ങനെയാണ്: ഞങ്ങൾ താമസിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. ശിമിയോൻ പുറത്തു വരുന്നതിന്, യോസഫ് വന്ന യേശുക്രിസ്തുവിന്റെ നിഴലാകുന്ന യോസഫുമായുള്ള ബന്ധം കണക്ട് ആകുന്നതിന്, ബെന്യാമീൻ അപ്പനിലേക്ക് മടങ്ങി വരുന്നതിന് നീ താമസിക്കുന്നില്ലെങ്കിൽ 2 പ്രാവശ്യം ഇത് കഴിയുമായിരുന്നു. സഭയോട് ദൂത് പറഞ്ഞു നിർത്തുന്നു. പലയിടത്തും ഇനി താമസിക്കേണ്ട കാര്യമില്ല. താമസിക്കുന്നില്ലെങ്കിൽ ചിലത് ഇനി വേഗത്തിൽ സംഭവിക്കപ്പെടാൻ പോവുക. ലേറ്റ് ആക്കിയ എല്ലാ പ്രാണബന്ധങ്ങളും അഴിഞ്ഞു മാറി യഥാർത്ഥ വിടുതലിലേക്ക് സഭയെയും സഭയിലുള്ളവരെയും ദൈവം കണക്ട് ചെയ്യാൻ പോവുക. യഹൂദ എടുക്കുന്ന ഡിസിഷൻ, ഞാൻ ഉത്തരവാദി. പുറത്തു വന്ന ദൈവമക്കളെയാണ് യഹൂദയെ കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തു വന്ന ദൈവമക്കളെയാണ് യഹൂദ കാണിക്കുന്നത്, സ്തുതിക്കുന്നവൻ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഈ മക്കളെല്ലാം ഒരുമിച്ച്, ഹല്ലേലൂയ, ഒരുമിച്ചിരിക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പനുമായി സന്തോഷിക്കുന്ന ഒരു അവസരമുണ്ട്. യഥാർത്ഥ വില്ലൻ ആരാ? യഥാർത്ഥ വില്ലൻ ആ കാലഘട്ടമായി ബൈബിൾ ചിത്രീകരിച്ചുകൊണ്ട് പറയാണ്, ഇവരുടെ ഇടയിലേക്ക് കുശുമ്പായിട്ട്, ഇവരുടെ ഇടയിൽ അസൂയയായിട്ട് കയറി വന്ന ആത്മാവിനെ ദൈവം എടുത്തു കളഞ്ഞു. 12 ഗോത്ര പിതാക്കന്മാരായി ദൈവം ഹല്ലേലൂയ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മൂപ്പന്മാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പകലൊരു ദൂതാണ്. ഹല്ലേലൂയ. തമ്മിൽ ചേരാൻ കഴിയാതെ വേണം, ഒന്നിനോട് ഒന്ന് അസൂയപ്പെട്ട് കുലപാതക ശ്രമം വരെ നടന്നെടുത്ത് നിന്ന് ദൈവം ഒരു കൂട്ടത്തിനകത്തേക്ക് അവരെ പിടിച്ചിറക്കിയെങ്കിൽ ഈ പകൽ സഭയുടെ ദൂത് പറയുന്നു, എല്ലാ പ്രാണബന്ധങ്ങളും ദൈവത്താൽ നിലനിൽക്കാൻ പോവുക. ദൈവത്താൽ തുടരാത്ത സകല പ്രാണബന്ധങ്ങളെയും ദൈവം ശാസിക്കാൻ പോകുക. സമയം പോയതുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അൺഗോഡ്ലി ഗോഡ് ആയിട്ടുള്ള സോൾട്ടയെ കുറിച്ച് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഹല്ലേലൂയ. ഇന്ന് പകല് സഭയോടുള്ളൊരു ദൂതാണ്. ഹല്ലേലൂയ. യഹൂദയും രൂപനും ഒരുപോലെ നിന്ന് പറയാണ്, ഞാൻ അവനെ നിങ്ങളുടെ ഇടയിൽ മടക്കി വരുത്തും. ഇന്ന് പകല് ഒരു സുവിശേഷക ആത്മാവ് നിങ്ങളുടെ മേൽ പ്രവേശിക്കുകയാണ്. സുവിശേഷകന്റെ ആത്മാവ്, ഹല്ലേലൂയ, ജനത്തെ നേടാനുള്ള അഭിഷേകം, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ പ്രവേശിക്കുകയാണ്. ഉത്തരവാദിയായി ലേറ്റ് ആകാതെ ചിലരുടെ അടുക്കൽ നീ കടന്നു പോകേണ്ടത് അപ്പനെ മകനെ യഥാർത്ഥമായി തിരികെ കൊടുക്കുന്ന ശുശ്രൂഷ. അപ്പന് യഥാർത്ഥ അപ്പൻ അവൻ്റെ മകനെ യഥാർത്ഥമായി മടക്കി കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനാകുന്ന സ്തുതിക്കുന്നവനായി ദൈവം നിന്റെ ലൈഫിനെ തിരിക്കുക. കെട്ടടി ഒരു നിമിഷം ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ ദൂതിനെ ഹൃദയംഗമായി സ്വീകരിക്കുക. നിന്റെ വീടുകളിലെ വിള്ളലുകൾ പരിഹരിക്കപ്പെടട്ടെ. കുശുമ്പിൻ്റെ ആത്മാവ് മാറ്റപ്പെട്ടു പോകട്ടെ. അത് സ്വതന്ത്രമായ ആത്മാവിനാൽ യേശുവിൻ്റെ മേൽ നീ അർപ്പിക്കപ്പെട്ട യഥാർത്ഥ വിടുതലുകൾ, യഥാർത്ഥ സന്തോഷം നിന്നിൽ പ്രകടമായി യേശുവിനാൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു. ബലാത്കാരികൾ ബലവാനെ കീഴ്പ്പെടുത്തി ദേശത്തെ ബലാത്കാരം ചെയ്യുന്നു.
അതുപോലൊരു ദൂതം നമ്മൾ കേട്ടു. അപ്പനും മകനുമായ ഒരു പ്രാണബന്ധത്തിൽ നിന്ന് പിരിക്കാൻ കഴിയാതെ വണ്ണം ഇവിടെ ജ്യേഷ്ഠന്മാർ ഭാരപ്പെടുമ്പോൾ കർത്താവോട് പറയാണ്, ഒരു ദൂതായി നമ്മോട് പറയാണ്, ചിലരെയായിട്ട് പിരിക്കാൻ കഴിയാതെ ലോകബന്ധങ്ങൾക്കകത്ത്, സാത്താനീയ ബന്ധങ്ങൾക്കകത്ത്, ഇന്ന് മനുഷ്യന്റെ ലൈഫിനകത്തിടുന്ന, കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്തുന്ന ആസക്തികൾക്കകത്ത്, സംഭവങ്ങൾക്കകത്ത്, സാഹചര്യങ്ങൾക്കകത്ത്, സ്ഥലങ്ങൾക്കകത്ത്, ദുഷ്ടാത്മാവിൻ്റെ അൺഗോഡ്ലി സൈക്കകത്ത് കുടുങ്ങിപ്പോയി കിടക്കുന്ന ചിലരെ പിടിക്കാൻ ഒരഭിഷേകം നിന്റെ മേൽ വെളിപ്പെടും. യേശുവേ, എൻ്റെ മേൽ ആ നിയോഗം അയക്കണമേ. യേശുവേ, എൻ്റെ മേൽ ആ നിയോഗം അയക്കണേ. യേശു കർത്താവ് പറയുന്നു, ഞാൻ ജീവനും ആത്മാവുമാണ്. യഥാർത്ഥ പ്രാണബന്ധം ഞാനും നീയും തമ്മിലാണ്. യഥാർത്ഥ പ്രാണബന്ധം ഞാനും യേശുവും തമ്മിലാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഒരു ദൈവികമല്ലാത്ത ഒരു ബന്ധങ്ങളും, അത് ഭാര്യ, ഭർത്താവ്, മക്കൾ, സഭ എന്ന കൺസെപ്റ്റിനപ്പുറം നിന്നെ സ്വാധീനിക്കാതിരിക്കാൻ, സ്വാധീനിക്കപ്പെട്ടതെല്ലാം അഴിഞ്ഞു മാറാം ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ചേർന്ന് എന്നോടുകൂടെ പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്താലും, എല്ലാവരും എന്നോട് പറയാമോ, യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ ജീവനാലും യഥാർത്ഥ പ്രാണബന്ധത്തിലേക്ക് ഞാൻ യേശു ക്രിസ്തുവുമായി അടുത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിനോ സാത്താനോ എൻ്റെയോ എൻ്റെ കുഞ്ഞുങ്ങളുടെയോ എൻ്റെ സമ്പത്തിനോ മേൽ ഒരവകാശവുമില്ല. ഇന്ന് വരെയുള്ള എല്ലാ സാത്താന്യവും ലോകപരവുമായുള്ള ബന്ധങ്ങളെ എന്നിൽ സ്വാധീനം ചെലുത്തിയ എല്ലാ ബന്ധങ്ങളെയും ഞാൻ തിരസ്കരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നല്ലതും എന്നിൽ തുടങ്ങാൻ യേശുവിൻ്റെ ജീവനിലും ആത്മാവിലും ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നല്ല പിതാവെ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ വചനം ഇവർക്ക് അനുഗ്രഹമായി തീരണം. കർത്താവേ, ചിലർ കേട്ടതേ ഉള്ളൂ,